വലിയ കുട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാക്കി. പേഴ്സണലി അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവമായിരുന്നു. മെൻറ്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ടും എൻ്റെ മെച്യൂരിറ്റി കുറവ് കൊണ്ടും ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതെന്തിനാ അമ്മ കരഞ്ഞത് എനിക്ക് അന്ന് മനസ്സിലായില്ല. ഞാൻ ഇവള് വയസ്സറിയിക്കാനായി അങ്ങനെയൊക്കെ ബന്ധുക്കൾ പറയുന്നല്ലാണ്ട് അതെന്തുകൊണ്ട് എങ്ങനെ അതൊന്നും ആരും പറയാറില്ല. ഞാൻ മരിക്കും, ചോര പോയി ഞാൻ മരിക്കും. അപ്പം ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിള്ളേർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു സംഭവം വരും, ഇതുകൊണ്ടാണ് ഇത് വരുന്നതെന്നൊക്കെ പിള്ളേർക്ക് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. എനിക്കും കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ മഴയൊക്കെ മാറി കുറച്ച് വെയിലൊക്കെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയണേക്കാളും മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, കണ്ട് കഴിഞ്ഞ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ്, അതായത് ഇപ്പോൾ ചിലപ്പോൾ തമ്മിൽ അല്ലെങ്കിൽ ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ടാവുന്നത് എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ഐ തിങ്ക്. അപ്പോൾ 12ാം വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് പീരീഡ്സ് എനിക്ക് ഉണ്ടാവുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കൂളുള്ള സമയമായിരുന്നു, അതായത് വെക്കേഷൻ എല്ലാവരും ആ സമയത്ത് വെക്കേഷൻ ടൈമിലാണ് ആവാറ്. പക്ഷേ ഞാൻ സ്കൂൾ, അതായത് ഓണം വെക്കേഷൻ അങ്ങോട്ട് കഴിഞ്ഞ് സ്കൂൾ തുറന്നിട്ടുള്ളൂ. സെപ്റ്റംബറിൽ അങ്ങോട്ട് ഓണം, ഒക്ടോബർ 24 ഞാൻ അതായത് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ. ഒരു മിക്സഡ് സ്കൂൾ, ഒരു ഗവൺമെൻറ് സ്കൂൾ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മിക്സഡ് ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ 7 വരെ പഠിച്ചത്. അപ്പോൾ അവിടെ ഞാൻ 7ൽ പഠിക്കുമ്പോഴാണ് ഇതാവുന്നത്. അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ അന്ന് തിങ്കളാഴ്ച ലാസ്റ്റ് പീരീഡ് PT ആണ് ഞങ്ങൾക്ക്. അപ്പോൾ PTക്ക് നമുക്ക് മറ്റേ എന്താ പറയുക, സ്കിപ്പിംഗ് റോപ്പോ അതും പിന്നെ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ബാറ്റും ഇതൊക്കെ തരും. നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കളിക്കാം. അപ്പം ഞാനിതിങ്ങനെ ചാടില്ലേ, അത് നന്നായിട്ട് ചെറുപ്പത്തിൽ ചാടുമായിരുന്നു ഇങ്ങനെ. അപ്പം നമുക്കിങ്ങനെ മത്സരം വയ്ക്കും, ഇത്ര സമയത്തിനുള്ളിൽ എത്ര വട്ടം നമ്മൾ ചാടുന്നു അങ്ങനെയൊക്കെ. അപ്പം അന്ന് ആ ഒരു ദിവസം ഞാനും കുറേ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇതിങ്ങനെ കുറേ ചാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ PTക്ക് ലാസ്റ്റ് പീരീഡ് ആയിരുന്നെന്ന് തോന്നണം PT. അപ്പം അത് കഴിഞ്ഞു വീട്ടിലേക്ക് വന്നിട്ട് മേല് കഴുകാൻ പോയപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വലിയ കുട്ടിയായതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർ, അതായത് നമ്മുടെ കസിൻസ്, ഫ്രണ്ട്സ്, അവരൊക്കെ ഇങ്ങനെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അവർ പിന്നെ പറഞ്ഞിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളൊരു അറിവുണ്ട്. അതല്ലാതെ ഒരു കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ല. ഇങ്ങനൊരു കേട്ടറിവും കണ്ടറിവും ഉണ്ട്. അങ്ങനൊരു ഇതിൽ എനിക്ക് മനസ്സിലായി, ഞാൻ വലിയ കുട്ടിയായി, അങ്ങനെയാണ് ഇവിടെ പറയുക, വലിയ കുട്ടിയായി, കുഞ്ഞിക്കല്യാണം അങ്ങനെയൊക്കെയാണ് ആ ചടങ്ങിനൂടെ പറയുക കേട്ടോ. അപ്പോൾ വലിയ കുട്ടിയായി എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിക്കല്യാണം നടത്തും. അപ്പോൾ നമുക്ക് കുറേ സ്വർണം കിട്ടും, കുറേ ഡ്രസ്സ് കിട്ടും, കുറേ കഴിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ആഘോഷമാണല്ലോ. പിന്നെ കുറച്ച് നാളത്തേക്ക് സ്കൂളിൽ പോകണ്ട, അതൊക്കെ ഒരു ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. അതായത് ചെറിയൊരു കാര്യമാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അധികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഇതിൽ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, ചിരിയൊക്കെ വരുന്നുണ്ട്. എനിക്കതൊക്കെ ഞാൻ പിടിച്ച് വെച്ചിട്ട് ഞാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചു. അമ്മ നോക്കിയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പം അമ്മ ഫസ്റ്റ് കരയുക ചെയ്തത്. അതെന്തിനാ അന്ന് അമ്മ കരഞ്ഞത് എനിക്ക് അന്ന് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ സ്വന്തത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ അനിയത്തി പോലെ കാണുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ നമുക്കടുപ്പുള്ള ആരെങ്കിലുമൊക്കെ ആ ഒരു കുട്ടി ഇങ്ങനെ പീരീഡ്സ് അല്ലെങ്കിൽ വലിയ കുട്ടി എന്ന് അറിയുമ്പോൾ അയ്യോ എന്തോ ഒരു ഫീലിംഗ് നമുക്ക് വരും. അപ്പോൾ അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മ എന്തിനാ കരയണമെന്നൊന്നും എനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു, അത് വേറെ കാര്യം. എന്നിട്ട്
മേല് കഴുകി. പിന്നെ അന്ന് തന്നെ കുറേ മാമൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കുറച്ച് ബന്ധുക്കൾ അവരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാനൊക്കെയുള്ള ഓരോന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു വീടിൻ്റെ ഒരു മുക്കിൽ ഇങ്ങനെ ഇരിക്കുക, സ്കൂളിൽ വേണ്ട. അപ്പം എനിക്ക് ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വേദന കാര്യങ്ങളൊന്നും എനിക്ക് ആ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും വരുന്ന് കാണുന്നു, നമുക്കതും ഇതൊക്കെ വാങ്ങിച്ചിരുന്നു അങ്ങനെ. അപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകെയാണ് കാര്യങ്ങൾ ആകെ പ്രശ്നമായി തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾക്ക് അതായത് ഇത് എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് നമുക്കൊരു നോളജ് ഇല്ല. ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പം അമ്മയോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആരും സ്കൂളിലോ വീട്ടിലോ ബന്ധുക്കളോ ആരും നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല. നമുക്കുള്ള അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അവൾ 6th അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇതുപോലെ വലിയ കുട്ടിയായിട്ട് അവൾ സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ ടോപ്പിലൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവളുടെ അങ്ങനെ കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു ആ ഒരു ചെറിയ നോളജും. പിന്നെ എൻ്റെ ഒരു കസിൻ ഇതുപോലെ കസിൻ ഒരാളല്ല, കസിൻസ് ഇങ്ങനെ ആയിട്ട് കുഞ്ഞിക്കല്യാണം നടത്തുന്ന ആ ഒരു ചടങ്ങ് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ പിന്നാമ്പുറം എന്താണ്, ഇത് എന്തുകൊണ്ട് വരുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു നോളജ് ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കണ്ടുവച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായിട്ടുള്ള നല്ല ഫുഡ് ഡ്രസ്സ് ഇതൊക്കെയാണല്ലോ സ്കൂളിൽ പോകേണ്ട. അപ്പം അതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ എൻ്റെ തോട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അങ്ങോട്ട് ദിവസങ്ങൾ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിൽക്കുന്നില്ല, ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. ഞാൻ മരിക്കാനാണോ പോണേ, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നിട്ട് ഞാനിരുന്ന് കരഞ്ഞിരുന്നു. അമ്മയുടെ അടുത്ത് അമ്മാമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മാമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയും, ഞാൻ മരിക്കും, ചോര പോയി ഞാൻ മരിക്കും. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇവരെനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇതൊന്നും, അതായത് ഇതാണ് സംഭവം, അത് നിൽക്കും, അങ്ങനെയൊന്നും ആരും പറഞ്ഞു തരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ പോയി. പിന്നെ അത് പതിയെ ബ്ലീഡിങ് കുറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതുവരേക്കും പിന്നെ അതായത് തിങ്കളാഴ്ച ഞാൻ വലിയ കുട്ടിയായി. ഞായറാഴ്ച തന്നെ നമ്മുടെ ഇങ്ങനെ കുളിപ്പിക്കൽ ചടങ്ങ് നടത്തി. അത് ചെറിയൊരു പരിപാടിയായിരുന്നു. അന്നത്തെ ഒരു എന്താ പറയുക അവസ്ഥ വെച്ചിട്ട് അത് ചെറിയൊരു പരിപാടിയായിരുന്നു. അങ്ങനെ ചെറുതാക്കിയിട്ട് ആ ഒരു പരിപാടി നടത്തി. അപ്പം അന്ന് അടുത്ത ബന്ധുക്കളും ഒക്കെ ആയിട്ട് ചെറിയ ആ ഒരു പരിപാടി നടത്തി. അപ്പോൾ ആ ഒരു ദിവസത്തിന് വെച്ചാൽ ആ ഒരു ദിവസത്തിലേക്ക് എടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ വെള്ളി ശനിയൊക്കെ ആകുമ്പോഴേക്കും പിറ്റേ ദിവസം എൻ്റെ കുഞ്ഞിക്കല്യാണമാണല്ലോ, ആ ഒരു സന്തോഷം വന്നു തുടങ്ങി. അതിൻ്റെ ഇടയിലുള്ള ഈ ദിവസങ്ങളിലായിരുന്നു എനിക്ക് ഈ ഒരു പേടി, മരിക്കാനാണോ പോണേ, ഞാൻ മരിക്കാറായോ എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ ഒരു ദിവസം നല്ല ഹാപ്പി ആയിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ നമ്മളങ്ങനെ പിന്നത്തെ അടുത്ത മാസങ്ങളിലൊക്കെ ഇത് വന്നു തുടങ്ങിയപ്പോഴാണ് അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല. പിന്നെ സ്കൂളിലൊക്കെ ഞാൻ എൻ്റെ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പിള്ളേരുടെ അടുത്തൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇതൊക്കെ കിട്ടി കഴിക്കാൻ, ഈ ഡ്രസ്സൊക്കെ കിട്ടി. അന്നൊക്കെ ഇതൊക്കെ ഒരു ഡ്രസ്സ് ഭയങ്കര ട്രെൻഡിങ് ഉണ്ടായിരുന്നു. അതായത് അനാർക്കലി അങ്ങനത്തെ ഏതോ ഡ്രസ്സൊക്കെ ഭയങ്കര ട്രെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം ആ ഡ്രസ്സൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മോതിരം കിട്ടി, മാല കിട്ടി, കമ്മൽ കിട്ടി. ഇതൊക്കെ പറയാൻ, പിന്നെ എനിക്ക് കഴിക്കാൻ അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര, അവരുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെയാണ് മാസം ഇത് വന്നു തുടങ്ങിയപ്പോഴാണ് വേണ്ടിയിരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ളതൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെ പിന്നെ എനിക്ക് പറയാനുണ്ടായത് ഈ ഒരു എന്താ പറയുക ഇതായി. പിന്നെ ഞാൻ 8ാം ക്ലാസ്സിൽ വേറൊരു സ്കൂളിലേക്ക് പുതുതായിട്ട് പോയി, 8ൽ പോയി. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഈ സ്കൂളിൽ വെച്ചിട്ടായി. അന്നാണെങ്കിൽ എൻ്റെ കയ്യിൽ പേടിയില്ലേ, എനിക്കാണെങ്കിൽ ആ സ്കൂളിൽ ചെന്നിട്ട് ഫ്രണ്ട്സ് ഇല്ല. അതായത് 7 കഴിഞ്ഞ് 8ലേക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. എനിക്ക് ആരോടും പറയാനില്ല. എൻ്റെ ടോപ്പിലൊക്കെ ആയി തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു നെയ്ബർ
അവളവിടെ 9ൽ പഠിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവളുടെ ക്ലാസ്സിൽ പോയിട്ട് അവളോട് പറഞ്ഞു. എന്നിട്ട് അവൾ എനിക്ക് 5 രൂപയ്ക്ക് സ്കൂളിൽ നിന്ന് പാഡ് കിട്ടും, എന്നിട്ട് അത് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പം എനിക്കത് എന്താ പറയുക, പിള്ളേർക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടും ഇതിനി എപ്പോൾ വരും, അടുത്ത മാസം എപ്പോൾ വരും എന്നൊന്നും അറിയാണ്ടും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് അത് സംഭവം, ഞാൻ ആദ്യം കണ്ടപ്പോൾ പേടിച്ചില്ല, എനിക്ക് സന്തോഷമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു എന്താ പറയുക, എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ലേ. എൻ്റെ ഒരു ആ സമയത്തെ മെൻറ്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ടും എൻ്റെ മെച്യൂരിറ്റി കുറവ് കൊണ്ടും ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ചിലർ ഒന്നും അറിയാതെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ പേടിക്കുന്നവരുണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന അച്ഛൻ, അമ്മ എല്ലാവരോടും പറയാനുള്ളത്, ഈ പ്രായത്തിലുള്ള പെൺമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇങ്ങനൊരു സംഭവം വരും, ഇതുകൊണ്ടാണ് ഇത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ വെറുതെ പാനിക്കാവും, വെറുതെ ടെൻഷനാവും, അല്ലെങ്കിൽ അവരെന്താണെന്ന് വിചാരിക്കും. അതുപോലെ പ്രോപ്പറായിട്ടുള്ള നോളജ് പിള്ളേർക്ക് ഇതിനെ പറ്റിയിട്ട് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും സ്കൂളിലും പറഞ്ഞു തന്നിട്ടില്ല, വീട്ടിലും പറഞ്ഞു തന്നിട്ടില്ല, ബന്ധുക്കളും പറഞ്ഞു തന്നിട്ടില്ല. ഏതെങ്കിലും ചടങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവള് വയസ്സറിയിക്കാനായി അങ്ങനെയൊക്കെ ബന്ധുക്കൾ പറയുന്നല്ലാണ്ട് അതെന്തുകൊണ്ട് എങ്ങനെ അതൊന്നും ആരും പറയാറില്ല. അപ്പം ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പിള്ളേർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനൊരു സംഭവം വരും കേട്ടോ, ഇതുകൊണ്ടാണ് ഇത് വരുന്നതെന്നൊക്കെ പിള്ളേർക്ക് നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ്. പക്ഷേ അതായ സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 9ൽ പഠിക്കുമ്പോഴോ 10ൽ പഠിക്കുമ്പോഴൊക്കെ ആയാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വേറെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുവരേക്കും ബൈ.